ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മൂന്നാം ലോക രാജ്യങ്ങളുടെ നേതാവാണ്, ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണെന്നാണ് നമ്മൾ നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നാം ലോക രാജ്യത്തിൻ്റെയും ഗ്ലോബൽ സൗത്തിൻ്റെയും നേതാവായിട്ടുള്ള നമ്മൾ ഈ വെനസ്വേലയിലും ഇറാനിലും നടന്ന പ്രശ്നങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമ്മൾ നോക്കണം. വെനസ്വേല എന്ന് പറയുന്ന മൂന്നാം ലോക രാജ്യമാണ്, ഗ്ലോബൽ സൗത്തിലെ രാജ്യമാണ്. വെനസ്വേലയിൽ നമ്മൾ ഒരുപാട് എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നിയമവിരുദ്ധമായി, സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെയും ഭാര്യയും നിയമവിരുദ്ധമായി ആ രാജ്യത്ത് കടന്നു കയറി, നിയമവിരുദ്ധമായി അമേരിക്കൻ പട്ടാളം കടന്നു കയറി പിടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇന്ത്യ, മൂന്നാം ലോക രാജ്യമായ ഇന്ത്യ, ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായ ഇന്ത്യ, ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ജനാധിപത്യത്തിൻ്റെ അമ്മയെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ, വിശ്വഗുരു എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ, വിശ്വമിത്രം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ, എന്ത് ഗുരുത്വമാണ് നമ്മൾ കാണിച്ചത്? നമ്മൾ എന്ത് മിത്ര സ്വഭാവമാണ് നമ്മൾ കാണിച്ചത്? എന്ത് നേതൃപാഠമാണ് നമ്മൾ കാണിച്ചത്? ഒന്നും കാണിച്ചില്ല. അമേരിക്കൻ പ്രസിഡന്റിനോട് നമ്മൾ പറയണ്ടേ, അമേരിക്ക കാണിച്ച നടപടി, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നടപടി അന്തർദേശീയ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്, ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയേണ്ടത്? ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവ് അത് പറഞ്ഞില്ല. ഇപ്പോൾ ഇറാനിലോ അതിനേക്കാൾ ക്രൂരമായ, അതിപ്പോൾ പിടിച്ചോണ്ട് പോയതെന്ന് നമുക്ക് പറയാം, നിയമവിരുദ്ധമായ കാര്യമാണെങ്കിൽ പിടിച്ചോണ്ട് പോയി, ജീവനോടെ ഉണ്ട് അദ്ദേഹം. ഇറാനിൽ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഭരണകൂട നേതാക്കന്മാരെ നിഷ്ഠൂരം കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് ചെയ്തത്. അങ്ങനെ ആ രാഷ്ട്രീയം ചെയ്തിട്ടും നമ്മൾ എന്താ പറഞ്ഞത്? അമേരിക്കയോട് പറഞ്ഞോ? നമ്മൾ ഇറാൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം 1947 മുമ്പ് വരെ ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അയൽ രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഈ ഇറാനിൽ നിന്ന് നമ്മളെ ഒരുപാട് എണ്ണ വാങ്ങിച്ചിട്ടുള്ള രാജ്യമാണ്. 1973 ഓയിൽ ഷോക്ക് എന്ന് പറയുന്ന ഒപ്പക് രാജ്യങ്ങൾ എണ്ണ കയറ്റുമതി പെട്ടെന്ന് നിർത്തുകയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യയുടെ സഹായത്തിന് വന്നത് ഇറാനാണ്. 1973 ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്നത്തെ ഇറാനിയൻ ഭരണകൂടം ഉറപ്പ് നൽകി, നിങ്ങൾ ഞങ്ങൾക്ക് IIM-ഉം IIT-കളും സ്ഥാപിക്കുന്നതിന് സഹായിക്കണം, അത് അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് സഹായിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ തരാം. ആ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇറാഖിൻ്റെയും സഹായമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുമായി വളരെ അടുത്ത ബന്ധം, സാംസ്കാരികമായ ബന്ധം, ചരിത്രപരമായ ബന്ധം, അയൽ ബന്ധം വരെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ്റെ ഭരണകൂടത്തെ, അത് ഇറാൻ്റെ ഭരണകൂടം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ അത് ബ്രിക്സിലെ അംഗം കൂടിയാണ്. ബ്രിക്സിൻ്റെ നേതാവായ ഇന്ത്യ, ആ ബ്രിക്സിൻ്റെ നേതാവായിട്ട് കൂടിയ ഇന്ത്യ ഈ വർഷം ബ്രിക്സിൻ്റെ ഉന്നതതല സമ്മേളനം ഇന്ത്യയിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ വെച്ച് നടക്കാനിരിക്കുമ്പോൾ ഈ ബ്രിക്സിലെ അംഗമായ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെയും പ്രതിരോധ മന്ത്രിയെയും സേനാ നേതാക്കന്മാരെയും ഒക്കെ നിയമവിരുദ്ധമായി വധിച്ച ഒരു രാഷ്ട്രത്തോട് അല്ലെങ്കിൽ രാഷ്ട്രങ്ങളോട് നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ കാണിച്ചത് നിയമവിരുദ്ധമായ തെറ്റായ നടപടിയാണ്. അമേരിക്ക ചെയ്ത നടപടിയും ഇസ്രായേൽ ചെയ്ത നടപടിയും തെറ്റാണ് എന്ന് പറയണം. അതിനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിച്ചോ? നമ്മൾ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ്, ബ്രിക്സിൻ്റെ നേതാവാണ്. ഈ ബ്രിക്സ് സമ്മേളനത്തിന് ഇറാൻ്റെ നേതാവ് വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്? നിങ്ങളുടെ നേതാവ് മരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നവരാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ തരത്തിൽ അതായത് നമ്മൾ ഇതൊക്കെ പറയും, ഞങ്ങൾ വലിയ ജനാധിപത്യത്തിൻ്റെ അമ്മയാണ്, ജനാധിപത്യം വലിയ ജനാധിപത്യമാണ്, ഞങ്ങൾ വിശ്വഗുരുവാണ്, വിശ്വമിത്രമാണ്, ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ പോരാ. 2 ദിവസം മുമ്പ് ഫെബ്രുവരി 28 ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഇസ്രായേലിൽ പോയി അവിടുത്തെ നേതാവിനെ ആലിംഗനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടൊപ്പം എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ വന്നതാണ്. നമ്മൾ കാണണം. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി വാർ ക്രിമിനൽ എന്ന് പറഞ്ഞ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയി ആലിംഗനം ചെയ്ത് പിന്തുണ പ്രഖ്യാപിച്ചു ഇവിടെ വന്നത്. ഈ യുദ്ധം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്ന സന്ദർഭത്തിലാണ് ലോകത്തിലെ മറ്റൊരു നേതാവും, അമേരിക്കയുടെ പ്രസിഡന്റും പ്രസിഡന്റ് ജൂനിയർ ട്രംപ് എന്ന് പറയുന്ന അർജന്റീനയിലെ മിലയും അല്ലാതെ വേറെ ഒരു നേതാവും ഈ അടുത്ത കാലത്തൊന്നും ഇസ്രായേലിൽ പോയിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ അമ്മയായ നമ്മുടെ നേതാവ് അവിടെ പോയി അവിടുത്തെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യുകയും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ആവേശം കൊള്ളിച്ച് ഇറാൻ ആക്രമിക്കുന്നതിനുള്ള എല്ലാവിധ ഓജസ്സും തേജസ്സും പകർന്നു കൊടുത്തുകൊണ്ട് വന്നത്. അപകടകരമായ രാഷ്ട്രീയ നമ്മൾ പിന്തുടരുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ സ്ട്രാറ്റജിക് ഓട്ടോണമി, നമുക്ക് നമ്മുടേതായ നിലപാടുകളുണ്ട് എന്നൊക്കെ പറയുന്നത്, ഈ നമ്മുടെ നിലപാടുകൾ ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാനുള്ള തൻ്റെ ഇടം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പക്ഷേ നിർഭാഗ്യവശാൽ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാവായി പറയപ്പെടുന്ന, ഈ മൂന്നാം ലോക രാജ്യങ്ങളുടെ നേതാവായി പറയപ്പെടുന്ന ഇന്ത്യ അത്തരമൊരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ഇവിടെ സംഗതിവശാൽ കാണണം. അതോടൊപ്പം നമ്മൾ കാണേണ്ടതാണ് വളരെ ദാരുണമായ ഒരു സംഭവം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ ഇറാൻ്റെ ദേന എന്ന കപ്പൽ തകർക്കപ്പെട്ട് 80-ലേറെ നാവികർ മരിച്ചു. ബാക്കിയുള്ള ആളുകളെ പിന്നെ ആശുപത്രിയിലാക്കി. എന്താ സംഭവിച്ചത്?
ഇത് യുദ്ധത്തിന് വന്ന കപ്പലല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണകൂടത്തിനോട് ആരുടെ ഈ വിശാഖപട്ടണത്ത് ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. കാരണം ലോക രാജ്യങ്ങളിലെ നേവൽ ഗ്രൂപ്പുകൾ വരികയും അവർ പരസ്പരം അഭ്യാസങ്ങൾ നടത്തുകയും മിലൻ എന്നൊക്കെ നമ്മളതിന് പേരിട്ടിരിക്കുന്നു. അത്തരം അഭ്യാസങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് ഈ ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 18-ാം തീയതി ഈ ഇൻ്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ IFR എന്ന് പറയുന്ന പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ച് പോയ കപ്പലിനെയാണ് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ അന്തർവാഹിനികൾ തകർത്ത് തരിപ്പണമാക്കിയത്. ഇത് യുദ്ധത്തിന് വന്ന കപ്പലല്ല. അങ്ങനെ യുദ്ധത്തിന് വരാതിരുന്ന കപ്പലിനെ എല്ലാ അന്തർദേശീയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ആക്രമിച്ച് നാവികരെ കൊലപ്പെടുത്തി. ഇതിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ്? പ്രസിഡന്റ് മുർമു അത് റിവ്യൂ ചെയ്യുന്ന ഒരു പദ്ധതിയായിട്ടാണ് അത് നമ്മൾ വിഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ട് തിരിച്ചുപോയ കപ്പലിനെയാണ് തകർത്തത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് തിരിച്ചുപോയത് കൊച്ചിയിലേക്ക് വന്നതാണ്. കൊച്ചിയിലേക്ക് വന്ന ഒരു കപ്പലിനെ തകർത്ത് തരിപ്പണമാക്കി നാവികരെ കൊലപ്പെടുത്തിയ ആ നടപടിയെ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? ഞങ്ങളുടെ രാജ്യത്ത് വന്ന, ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് വന്ന ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമായ ഇറാൻ്റെ കപ്പലിനെ നിങ്ങൾ തകർത്തത് ശരിയായില്ല എന്ന് എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? ഇതുവരെ കണ്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇരട്ടത്താപ്പ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഈ അമേരിക്കയുടെ മുമ്പിൽ പാവ പോലെ നിൽക്കുന്ന, അമേരിക്ക കണ്ണുരുട്ടിയാൽ പത്തി മടക്കുന്ന, മിണ്ടാതിരിക്കുന്ന ഒരു ഭരണകൂടമായി, ഒരു ദുർബല ഭരണകൂടമായി, നമ്മുടെ വലിയ ശക്തിയുള്ള ഭരണകൂടമാണെന്നൊക്കെ നിരന്തരം വാദിക്കുന്ന ഭരണാധികാരികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് വലിയ ക്ഷതമുണ്ടാക്കുന്ന കാര്യമാണെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞെന്താ? നിങ്ങൾ പൈസ കൊടുക്കുന്നതുകൊണ്ടാണ് റഷ്യ ഈ യുക്രൈനെ ഇങ്ങനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു സെക്രട്ടറി ലുട്നിക്ക് പറഞ്ഞു, ഇത് ഇന്ത്യാസ് വാറാണ്. യുക്രൈനിൽ നടക്കുന്നത്, റഷ്യ നടത്തുന്ന യുദ്ധം ഇന്ത്യാസ് വാറാണ്, ഇന്ത്യയുടെ യുദ്ധമാണ്. കാരണം നമ്മൾ പൈസ കൊടുക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? നമുക്കെതിരെ പിഴച്ചുങ്കം ചുമത്തി, 20% പിഴച്ചുങ്കം ചുമത്തി, നിങ്ങൾ ഒരു കാരണവശാലും എണ്ണ വാങ്ങിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു. 30 ദിവസത്തേക്ക് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുമ്പോൾ നമ്മൾ കാശല്ലേ കൊടുക്കുന്നത്? ആ കാശ് ഉപയോഗിച്ച് യുക്രൈനെതിരെ ആക്രമിക്കത്തില്ലേ? അപ്പോൾ എന്താ ഇപ്പം പ്രശ്നമില്ല? ഇപ്പം ഇത് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ചില പ്രതിസന്ധിയിലായിരിക്കുന്നു. അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാം. ഇത് ഇരട്ടത്താപ്പല്ലേ? അപ്പോൾ ഈ തരത്തിൽ, അതായത് അമേരിക്കയ്ക്ക് എന്താണോ താല്പര്യം, ആ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങളെയും കാര്യങ്ങളെയും വളച്ചൊടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്ക പറയുന്ന ചൊൽപ്പടിക്ക് നിന്നോളണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ വന്നിരിക്കുന്നു.